ഉപതെരഞ്ഞെടുപ്പിന്റെ ചൂടിൽ കോട്ടയത്ത് മൊത്തം നടക്കുന്ന ചില ഉടായ്പകൾക്കിട്ട് ജനം ഇപ്പോൾ മൂക്കത്ത് വിരൽ വയ്ക്കുകയാണ്. CPM-നും കോൺഗ്രസിനും കേരള കോൺഗ്രസുകൾക്ക് പിന്നാലെ BJPക്കും എന്തിന് BDJS-നും വരെ അണികളും ആരവവും ഉയരുന്ന കോട്ടയാണ് ഇപ്പോൾ കോട്ടയം. ഇപ്പോൾ ചില സംഭവവികാസങ്ങൾ അരങ്ങേറുന്നത് കോട്ടയത്തെ പ്രമുഖ ബിൽഡർ ഗ്രൂപ്പായ വെക്സ്കോ ബിൽഡേഴ്സ് കൺവെൻഷൻ സെന്ററും 4-സ്റ്റാർ ഹോട്ടലും പടുത്തുയർത്താൻ ശ്രമിക്കുന്നു എന്നതിലാണ്. അതിൽ വാർത്തയാകുന്നത് എങ്ങനെയാണ്? അതിനായി വെക്സോ ഗ്രൂപ്പ് നികത്തിയിരുന്നത് ഏക്കർ കണക്കിന് പാടശേഖരം. ആരും ചോദിക്കാനില്ല. തണ്ണീർത്തട സംരക്ഷണ നിയമം നിലനിൽക്കുന്ന സംസ്ഥാനത്താണ് നിയമവ്യവസ്ഥയെ നോക്കുകുത്തിയാക്കി ഈ അതിക്രമം അരങ്ങേറുന്നത്. ഏത് ഭാഗത്ത് കൂടി നോക്കിയാലും അനുമതി കിട്ടില്ല. പക്ഷേ സർക്കാരും കോട്ടയം ജില്ലാ അധികൃതരും കണ്ണടച്ചു കൊടുത്തു. വെക്സോ ഗ്രൂപ്പിന്റെ ലഗൂൺ വിസ്ത എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതി കഞ്ഞിക്കുഴി കളത്തിൻകടവിലാണ് വരാൻ പോകുന്നത്. പദ്ധതി 3D വീഡിയോ ഒക്കെ പുറത്തു വന്നു. വൻകിട കൺവെൻഷൻ സെന്റർ, 4-സ്റ്റാർ ഹോട്ടൽ, ഓപ്പൺ എയർ പാർട്ടി ഏരിയ, അങ്ങനെ വമ്പൻ പദ്ധതിയാണ് ഒരുങ്ങുന്നത്. പദ്ധതിക്ക് വേണ്ടി ഏകദേശം 50 ഏക്കറോളം പാടശേഖരമാണ് ഇങ്ങനെ മണ്ണിട്ട് നികത്തിയെടുക്കുന്നത്. ഒരു ഭാഗത്ത് കൂടി സംസ്ഥാന സർക്കാർ കാർഷിക പാടശേഖരങ്ങളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ മറുഭാഗത്തുത നെൽകൃഷിയുടെ ഈറ്റില്ലമായ കോട്ടയത്ത് ഏക്കറുകൾ മണ്ണിട്ട് നിർത്തുന്നു. തണ്ണീർത്തടം സംരക്ഷണ നിയമം കാറ്റിൽ പറത്തിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ. മെയിൻ റോഡ് സൈഡിൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ മണ്ണടിച്ച് പാടം നികത്തുമ്പോൾ കളക്ടറില്ല, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഇല്ല, തഹസിൽദാർമാരില്ല, സ്പെഷ്യൽ തഹസിൽദാർമാരില്ല, എല്ലാവരും ഉറക്കമാണ്. പ്രമുഖ രാഷ്ട്രീയ കക്ഷികൾ പോലും കണ്ടമട്ട് പിടിക്കുന്നില്ല. ഏതെങ്കിലും ഒരു സാധാരണക്കാരനോ ചെറുകിടക്കാരനോ ഒരു കൂര വയ്ക്കാനോ ഒരു സംരംഭം ആരംഭിക്കാനോ വേണ്ടി 10 ലോഡ് മണ്ണ് സ്വന്തം പുരത്തിലടിച്ചാൽ പോലും കൊടികുത്തുകയും ആ ലോറി കണ്ടെടുക്കുകയും 10,000 ഫൈനടിക്കുകയും ചെയ്യുന്ന, കേസെടുക്കുന്ന ഈ സംസ്ഥാനത്താണ് രാഷ്ട്രീയ കക്ഷികൾ കീശ നിറച്ച് കണ്ണടച്ചിരിക്കുന്നത്. കോട്ടയം ജില്ലയിലെ രാഷ്ട്രീയ പാർട്ടികളെ പ്രമുഖ നേതാക്കന്മാർക്ക് ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പരിഗണന ലഭിച്ചിട്ടുണ്ടെന്ന ആരോപണം ഉയരുന്നു. ചില പ്രമുഖർ വാങ്ങിയ പണത്തിന്റെ കണക്കുകളും പുറത്തു വരും. പാർട്ടികളിലെ ജില്ലാതല നേതാക്കളാണ് പ്രധാനമായും പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എന്നതാണ് വസ്തുത. കോട്ടയം ജില്ലയിലെ പ്രമുഖ ബിൽഡർ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ കോട്ടയത്തെ മാധ്യമങ്ങൾക്കെല്ലാം ലക്ഷക്കണക്കിന് രൂപയുടെ പരസ്യവും ഇവരിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്, ഇനി ലഭിക്കും. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പാരിസ്ഥിതിക പരിഗണനകളും സാമൂഹിക പ്രതിബദ്ധതയും മാധ്യമങ്ങളും മറന്ന മട്ടാണ്. മാധ്യമങ്ങളാണല്ലോ വാർത്തകൾ കുത്തിപ്പോക്കുന്നത്. അവർ വിചാരിച്ചാൽ പണ്ട് വാർത്തകൾ മുടിവെക്കാൻ വരുന്നു. പക്ഷേ ഇന്ന് സമൂഹ മാധ്യമങ്ങളുടെ കരുത്ത് അതുക്കും മേലെയാണ്. അതാണല്ലോ ഈ നിയമലംഘനങ്ങളൊക്കെ ഇപ്പോൾ മറന്നീക്കി പുറത്തു വരുന്നത്.